ഹായ് ഫ്രണ്ട്സ്, HSST ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ആനൽസ് ഹിസ്റ്റോറിയോഗ്രാഫിയോട് കൂടി ഉയർന്നു വന്ന മറ്റൊരു ആദർശവാദമാണ് ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു തലമുറയുടെ മനോഭാവം പഠിക്കുന്ന ചരിത്രശാഖയാണിത്. ഹിസ്റ്ററി ഓഫ് ഐഡിയാസിൽ നിന്ന് വ്യത്യസ്തം ദീർഘകാല സാമൂഹിക മനോഭാവങ്ങളുടെ പഠനമാണ് ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഈ ആനൽസ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒപ്പം ഉയർന്നു വന്ന ഒരു ആദർശവാദമാണ് ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. ഈ ആനൽസിന്റെ ഒപ്പം പല ടോട്ടാലിറ്റി പറഞ്ഞ പല തരത്തിലുള്ള ചിന്താഗതികളും വളർന്നു വന്നിട്ടുണ്ട്. മാർക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നുണ്ട്, റോയൽ ടച്ചിലൂടെ രാജാക്കന്മാരുടെ സ്പർശനം രോഗശാന്തി നൽകുമെന്ന്. അടുത്തതാണ് പ്രധാനപ്പെട്ട ലൂസിയൻ ഫെബൂർ എന്ന ചരിത്രകാരൻ. അദ്ദേഹത്തിന്റെ കൃതിയാണ് മാർട്ടിൻ ലൂതർ എ ഡെസ്റ്റിനി, ദ പ്രോബ്ലം ഓഫ് അൺബിലീഫ് ഇൻ ദ 16th സെഞ്ചുറി എന്നുള്ളത്. അടുത്താണ് മെന്റൽ അപ്പാരറ്റസ്, ഓരോ കാലഘട്ടത്തിനും പൊതുവായ ചിന്താ സംവിധാനം ഉണ്ടാകുമെന്ന് ഫെബർ അഭിപ്രായപ്പെട്ടു. സാമ്പത്തികമായ സാഹചര്യങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു ചരിത്രകാരനാണ് റോബർട്ട് മൺറോ. ഇൻട്രൊഡക്ഷൻ ടു മോഡേൺ ഫ്രാൻസ് എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ്. ടോട്ടൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പരിസ്ഥിതി, സാമ്പത്തികം, സംസ്കാരം, രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ ഘടകങ്ങളെയും ഏകോപിച്ചിട്ടുള്ള ഒരു ചരിത്ര പഠനമാണ് ടോട്ടൽ ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൊത്തത്തിലുള്ളൊരു പഠനം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് ഹെൻറി ബർ. സിന്തസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നോളേജ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. എല്ലാ വിജ്ഞാന ശാഖകളുടെയും ഏകീകരണം ആവശ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ഫെർണാണ്ട് ബ്രൗഡൽ. ദ മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്ന കൃതി ഫെർണാണ്ട് ബ്രൗഡലിന്റെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. ബൈ.